ഹായ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. വീഡിയോ എന്നാണ് വിഷമിക്കുന്ന വീഡിയോ ആണ്. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. ഇത് ബാജ് ടിക്കറ്റാണ്. നമുക്ക് ഇത്തിരി ടിക്കറ്റ് കച്ചവടമുണ്ട്. പുറത്ത് നമുക്ക് ചെറിയൊരു തട്ട് ഉണ്ട്. അതിനകത്ത് നമ്മൾ ടിക്കറ്റ് വയ്ക്കുന്നുണ്ട്. ഇപ്പം 2-3 വർഷമായി നമ്മൾ ടിക്കറ്റ് വയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഒപ്പം അതും നോക്കുന്നുണ്ട്. അപ്പം ഞായറാഴ്ച ആയപ്പം ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പം 3 ടിക്കറ്റ് പ്രൈസ് അടിച്ചതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ കയ്യിൽ കാശില്ല, ചേട്ടൻ പോയി വേറെ വലിയ കടയിൽ മാറ്റിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നിട്ട് അയാൾ എൻ്റെ കയ്യിൽ ഒറിജിനൽ ടിക്കറ്റ് 3 ടിക്കറ്റ് ഉണ്ടായിരുന്നു. മൊത്തം ഒറിജിനലാണോ എന്നാണ് അറിയാൻ പാടില്ല. 3 ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞായറാഴ്ച ഉച്ച സമയത്തേട്ടാ എന്നോട് ചോദിച്ചു ടിക്കറ്റ് മാറ്റി തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഏട്ടാ, ഇപ്പോൾ വലിയ കടയിൽ മാറ്റിക്കോ, പൈസ ഇല്ലെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു 24 ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ, എൻ്റെ ടിക്കറ്റ് വയ്ക്കുന്ന എല്ലാവരും അത്രയും ടിക്കറ്റ് പോയി കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ശരി ഏട്ടാ, എന്നാൽ 24 ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അങ്ങോട്ട് ഞാൻ പറഞ്ഞാൽ ഒരു ടിക്കറ്റ് എടുക്കാം, ബാക്കിയുള്ള ടിക്കറ്റ് ചേട്ടൻ വേറെ എവിടെയെങ്കിലും മാറ്റിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്ത് ചെയ്തു, ഞാൻ എല്ലാം ഇവിടെ പെട്ടിയിൽ കിടന്ന പൈസയും ഇവിടെ കിടന്ന ചില്ലറ പൈസ എല്ലാം കൂടി 100, 50 എല്ലാം കൂടി തപ്പിപ്പറക്കി അവൾക്ക് കാശ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ടിക്കറ്റ് മേടിക്കാം. ടിക്കറ്റ് മേടിച്ചു. നടുക്കത്തെ ടിക്കറ്റാണ് പൊട്ടിച്ചെന്ന്. 3 ടിക്കറ്റ് ഇരുന്നല്ല, നടുക്കത്തെ ടിക്കറ്റാണ് പൊട്ടിച്ചെന്ന്. ആ ടിക്കറ്റ് പൊട്ടിച്ചെടുത്തപ്പോൾ ഇവിടെ കീറി. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്, അയ്യോ ചേട്ടാ എന്തിനായിട്ടാ മുകളിൽ ഇരുന്ന് എടുക്കാത്ത നടുക്കത്ത് ഇരുന്ന് എടുത്ത്, അതേ കാരണമല്ല ഇത് പൊട്ടിപ്പോയി എന്ന് ചോദിക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ പൊട്ടിയാൽ കുഴപ്പമില്ല, അപ്പം കുഴപ്പമില്ല, പോട്ടെ എന്ന് വിചാരിച്ച് വെച്ചു. ആ ടിക്കറ്റ് മേടിച്ചിട്ട് അവൻ നടുക്കത്തെ ടിക്കറ്റല്ല പൊട്ടിച്ചെന്നെ, മുകളിലത്തും തന്നില്ല, താഴത്തും തന്നില്ല. അപ്പോൾ ഞാൻ മേടിച്ചിട്ട് അകത്തോട്ട് പതുക്കെ ഒന്ന് കയറിയിട്ട് എന്നാലും എനിക്കൊരു സംശയം, 5000 ഇതിനകത്തുണ്ടോ, ടേറ്റൊക്കെ പോയി നോക്കുന്നുണ്ട്, സീലൊക്കെ നോക്കുന്നുണ്ട്, എല്ലാം പക്ക കറക്റ്റാണ്. അപ്പം ആദ്യം ഒരു പ്രാവശ്യം നോക്കി, രണ്ടാമതും ഒരു പ്രാവശ്യം നോക്കി എന്നിട്ട് 2 പ്രാവശ്യം നോക്കിയപ്പോൾ ഒക്കെ കറക്റ്റാണ്. എന്നിട്ട് ശരിയല്ലോ, കറക്റ്റാലോ പറഞ്ഞു. പിന്നെ എനിക്ക് അകത്തോട്ട് വന്നപ്പോൾ ചെറിയൊരു വ്യത്യാസം തോന്നിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ചില സമയം ചില ടിക്കറ്റിന് ചെറിയ കളർമൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ അതിൻ്റെ ആയിരിക്കും, സീലൊക്കെ ഉണ്ട്. അത് എവിടുത്തെ സീലാണെന്ന് അറിയാമോ, തവളപ്പാറ, നമ്മുടെ ഉരുൾപൊട്ടിയിലെ വയനാട് അവിടെ ഉള്ള ടിക്കറ്റാണ്, സീലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് വിചാരിക്കും, കറക്റ്റല്ല, എല്ലാം പക്ക കറക്റ്റാണ്. പിന്നെ നമുക്ക് എന്തിനാ പേടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ച് വെച്ചത്. പിന്നെ അകത്ത് കൊണ്ടുവന്നപ്പോൾ ഈ ഒരു കാര്യം മാത്രം ചെറിയ ഒരു വ്യത്യാസം തോന്നുന്നുള്ളൂ. ഇത് നമ്മുടെ കേരള സർക്കാരുടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇത് കേരള സർക്കാരുടെ, ഇത് നമ്മുടെ ഒറിജിനൽ, ഇത് അവൻ തന്ന വ്യാജൻ. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫോണിൽ കാണാൻ പറ്റണമെന്നാണ് അറിയില്ല, പക്ഷെ ശരിക്കും കാണാൻ പറ്റും, നേരിട്ട് കാണാൻ പറ്റും. ഉണ്ടാവും ഫോട്ടോക്ക് ഈ ടിക്കറ്റ് അവൻ തന്ന വ്യാജം, താഴെ ഇരിക്കണ ഒറിജിനൽ ടിക്കറ്റ്, നമ്മുടെ കേരള സർക്കാരിൻ്റെ ടിക്കറ്റാണ് ഇത് വ്യാജം ടിക്കറ്റാണ്. മുകളിലിരിക്കുന്നത് കള്ള ടിക്കറ്റും താഴെ ഇരിക്കുന്ന ഒറിജിനൽ ടിക്കറ്റും. അങ്ങനെ എന്നെ തന്ന് പറ്റിച്ചുകൊണ്ട് ഞാൻ അന്ന് കടയുടെ വാടക കൊടുക്കാനുള്ള വെച്ചിരുന്ന കാശാണ് ഞാൻ അവർക്ക് എടുത്ത് കൊടുത്തത്. ഞാൻ വിചാരിച്ചു നമ്മൾ ഒറിജിനൽ ടിക്കറ്റല്ല കൊടുത്തെന്ന് കഴിഞ്ഞാൽ നമുക്കും കാശ് കിട്ടുമല്ലോ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈസ മേടിച്ചെടുക്കാൻ കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. ആദ്യമായിട്ട് ഇങ്ങനെ പറ്റും. എനിക്ക് സത്യത്തിൽ 2 ദിവസം സമാധാനമല്ല. 5000 നമ്മൾ ഒരു കാര്യം, ഒരു വാടക കൊടുക്കാം, വീടിൻ്റെ വാടക കൊടുക്കാം, ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യണേ. അവന് ഇത് 5000 തന്നു. പക്ഷേ നല്ല ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞാൽ ഒരു 35-40 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു മനുഷ്യനാണ്. വെള്ള മുണ്ടെടുത്തിട്ടുണ്ട്, മെറൂൺ കളർ ഷർട്ട്, അതിനകത്ത് കളങ്ങളും ഇതൊക്കെ ഉള്ള ഷർട്ടാണ്, കളങ്ങളുമുള്ള ഷർട്ടാണ് ഇട്ടിരിക്കണേ. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, മാസ്ക് വെച്ചിട്ടുണ്ട്. മറ്റേ ക്യാമറയിൽ നോക്കിയപ്പോൾ ഉണ്ട് ഇവിടെ കണ്ണാട കാണുന്നുണ്ട്. ഞാൻ കണ്ണാട ഒന്നും കണ്ടില്ല. നല്ല ചെറുപ്പക്കാരൻ പയ്യനാണ്. 35 വയസ്സിന് 40 വയസ്സ്, ഓടിപ്പോയി 42, അത്രേ ഉണ്ടാവുള്ളൂ. വലിയ വയസ്സൊന്നും ഉണ്ടല്ലോ. ഹെൽമെറ്റും മാസ്കും കണ്ണാടയൊക്കെ വെച്ച് വന്നപ്പോൾ നമ്മൾ അതുകൊണ്ടല്ലോ വിചാരിക്കുന്നത്, ചിലർക്ക് പൊടി അടിക്കാൻ പാടില്ല, ചിലർക്ക് വയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ വിചാരിച്ചിട്ടല്ലേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കൊടുക്കണം. നമ്മളതിനെ പറ്റിക്കാൻ പറ്റുന്ന ഒരു ദിവസം ഒന്നും നമ്മൾ ഉറങ്ങാത്ത, നമ്മൾ 5000 പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനൊക്കെ 5000 നമ്മൾ വീടിൻ്റെ വാടക കൊടുക്കണം, കടയുടെ വാടക,
അന്ന് കടയുടെ വാടക കൊടുക്കണ ദിവസമാണ്. അന്ന് കടയുടെ വാടക കൊടുക്കാണ്ട് ഞാൻ പൈസയൊക്കെ എടുത്ത് മാറ്റി കൊടുക്കണ്ടെന്ന്, അന്ന് ഉച്ചയ്ക്ക് കൊടുക്കണമായിരുന്നു. അയാൾക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ട് സെറ്റ് പോകുന്ന മുന്നേ 2 സെറ്റിന് 24 ടിക്കറ്റ് പോകുന്ന മുന്നേ അത്രയും പോയി കഴിഞ്ഞാൽ എൻ്റെ കാശ് എൻ്റെ കയ്യിൽ കിട്ടുള്ളൂ. എനിക്ക് ടിക്കറ്റും കുറച്ച് കിടക്കണ്ടായിരുന്നു. ഈ മഴയൊക്കെ പെയ്യുന്ന കാരണം ടിക്കറ്റ് പോകുന്നുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കൊടുത്തത്. ആദ്യം ഇല്ലയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും അയാൾ ഒരു ടിക്കറ്റെങ്കിലും തരാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വെച്ചാൽ ഒരു ടിക്കറ്റിൽ കൊടുക്കാം അങ്ങനെ വിചാരിച്ച് കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് എന്നെയൊക്കെ പറ്റിച്ചുകൊണ്ട് എനിക്ക് ഒരു ദിവസം മൊത്തം ഇപ്പം എനിക്കത് മറക്കാൻ പോലും പറ്റണില്ല. മറക്കാൻ പറ്റണ നമുക്ക് നമ്മൾ എന്തൊക്കെയോ ഓർത്തിട്ടാണ് ആക്കണേ. എൻ്റെ ഹോബിക്ക് ചെയ്യുന്ന പോലെ ബോഡി വന്ന് അവനെ വന്നിട്ട് മേടിച്ചുകൊണ്ട് പോയി. അവൻ മനഃപൂർവ്വം പറ്റിച്ചത്. അതിനുണ്ടല്ലോ അവന് എടുക്കണ്ട മുകളിലത്തെ ടിക്കറ്റ് എടുക്കാൻ താഴത്തെ ടിക്കറ്റ് എടുക്കാം. അവന് അതെടുത്തില്ല, മുകളിലത്തെ എടുത്തില്ല, താഴത്തെ എടുത്തില്ല, നടുക്കത്തെ മാത്രം പൊട്ടിച്ചപ്പോഴാണ് ഇത് കീറിപ്പോയത്. അപ്പോഴാണ് എനിക്ക് എന്തിനാ ചോദിക്കണുണ്ട്. അപ്പമ്മൻ ചോദിക്കണമെന്ന് കൊടുത്തു. അപ്പമ്മൻ ഞാൻ ചോദിച്ചില്ല. പിന്നെ നോക്കുമ്പോൾ ഈ മറ്റേ പഴയ ടിക്കറ്റ് ഇല്ലല്ലോ. പഴയ ടിക്കറ്റ് ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാൻ പറ്റും. പഴയ ടിക്കറ്റ് ഇല്ല. പഴയ ടിക്കറ്റ് നമ്മൾ അകത്ത് വെച്ചേക്കണ കാരണം നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ അവൻ പോയി കഴിഞ്ഞിട്ടാണ് വന്നിട്ട് അകത്ത് പഴയ ടിക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടോ. പിന്നെ ചിലപ്പോൾ വ്യത്യാസം കാണുമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെയാണ് മനസ്സിലായി എന്നെ പറ്റിച്ചപ്പോഴാണ്. അത് വലിയ കടയിൽ കൊണ്ട് കൊടുക്കൂല. വൈകുന്നേരം ആകുമ്പം വലിയ കടയിൽ കൊണ്ട് കൊടുത്തപ്പോഴാണ് അവർ പറഞ്ഞു ഇത് വ്യാജ ടിക്കറ്റാണ്, തവളപ്പാറയിലിരുന്ന് വന്നതാണെന്ന് പറഞ്ഞു. അവൻ അവിടെ ഇരുന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തോരം ആൾക്കാരെ പറ്റിച്ച് കാണും. എന്തിനല്ലേ മറ്റും പാവങ്ങളിങ്ങനെ പറ്റിച്ച് ഉണ്ടാകണം. നല്ല പ്രായമുള്ള പയ്യനല്ലേ, എന്തെങ്കിലും പണിയെടുത്ത് തിന്നാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വിഷയമുണ്ടല്ലോ. പക്ഷേ എൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാമോ, എന്നെ പറ്റിച്ച് ഇങ്ങനെ പ്രായമില്ലാത്തവരൊക്കെ പറ്റിച്ച് അതുങ്ങൾക്ക് സമാധാനം പറഞ്ഞുണ്ടാവുമോ. അത് ഓർത്ത് വിഷമിച്ചില്ലേ. എന്തോരം കഷ്ടപ്പെട്ട ഓരോരുത്തർ വയ്ക്കാനോ. കണ്ണ് കാണാത്തതിനെ പറ്റിക്കണോ, കൈയില്ലാത്തത് പറ്റിക്കണോ, കാലില്ലാത്ത പറ്റിക്കണോ. ഇപ്പോൾ എല്ലാം ഉണ്ടായിട്ട് തന്നെ അവൻ പറ്റിച്ചു തന്നെ. നമുക്ക് സഹിക്കാൻ പോലെ പറ്റണല്ലോ. അതിന് ഒவ்வொரு നേരം നമുക്ക് അത് ഓർക്കുമ്പോൾ ഇത് സങ്കടം തന്നെ വരണം. എന്നെ നമ്മൾ അതേമാതിരി കഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് പോയിട്ട് എന്താ ചെയ്യുന്നത്, ക്യാമറയിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഉടമസ്ഥൻ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, മാസ്ക് വെച്ചിട്ടുണ്ട്, ഇത് കണ്ണട തൂക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോൾ ഇവിടെ ഒന്നും കണ്ണട ഒന്നും തോന്നുന്നില്ലായിരുന്നു. പക്ഷെ അപ്പുറത്തെ കടയുടെ അടുത്തിറക്കണം. നമ്മുടെ കടയുടെ അടുത്തുള്ള ക്യാമറയിലുള്ളത് ആളെ കിട്ടിയാലാണ് അവിടുത്തെ അതാണ്. പക്ഷെ ആ വണ്ടിയിൽ ഇരിക്കുന്ന ആൾ അതേപോലെ തന്നെയാണ്. പക്ഷേ നമ്പർ കാണാനില്ല, വണ്ടിയുടെ നമ്പർ കാണണേയില്ല. അപ്പോൾ ഞാൻ അവരോട് ഉടമസ്ഥനോട് പറഞ്ഞു ശരിക്കും നോക്കിയിട്ട് എടുക്കുന്ന എൻ്റെ കാശ് പോയത്. ഇനിയപ്പോൾ അവൻ്റെ കൈ അവിടുന്ന് എവിടത്തെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഇത് തന്നെ തവളപ്പാറ സീലുള്ളതാണ്. തവളപ്പാറ ഇതൊക്കെ ആരെങ്കിലും കണ്ടുകൊണ്ടിരുന്നതാണ്. അങ്ങനെ കടയിൽ കൊടുത്തിട്ട് അവരോടൊന്നും വിളിക്കാൻ പറയാനാണ്. അങ്ങോട്ട് വിളിച്ചിട്ട് ഇത് നിങ്ങളുടെ കടയിലുള്ള സീലെല്ലാം ചോദിക്കണമെന്ന് ഓർത്തിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ഇനിയിപ്പം കിട്ടുമൊന്നുമില്ല. എന്നാലും നമ്മളിപ്പോൾ ആരെയും പറ്റിക്കരുത്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഇരിക്കണം. കണ്ടത് ഇതാണ് വ്യാജ ടിക്കറ്റ്. ഇത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ടിക്കറ്റ്. ഇത് കേരള സർക്കാരിൻ്റെ ടിക്കറ്റ്. ഇത് നമ്മൾ എങ്ങനെ ഇത് പൊട്ടിയിട്ടൊന്നുമില്ല. ഇതവൻ തന്നത് പൊട്ടിയിട്ടുണ്ട്. ഇത് വ്യാജ ടിക്കറ്റ്. അപ്പോൾ ആരും ചെയ്യുമ്പോൾ ഇനി 5000 പ്രൈസൊക്കെ കൊണ്ടുവന്ന് ആരും മേടിക്കണ്ട. ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞാൽ ആരും 5000 ടിക്കറ്റൊന്നും പറഞ്ഞ് മാറ്റണ്ട.